വിജയ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് എനിക്കൊന്നും വീഡിയോ ഒന്നും ചെയ്യാനും ഷൂട്ട് ചെയ്യാനും അതുപോലെ എഡിറ്റ് ചെയ്യാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. കുറച്ച് ബിസി ആയിരുന്നു സ്റ്റഡീസൊക്കെ ആയിട്ട്. സോ ഞാൻ കുഴപ്പമില്ല, നമ്മൾ ഇന്ന് പുതിയൊരു നോൺ ക്ലേ ഡോളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച ഒരു കുഞ്ഞു ഡോള് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഡോള്. അപ്പൊ ഞാൻ ഇതിന്റെ നെയിമിങ്ങിന് സജഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ കിട്ടിയ നെയിംസിൽ നിന്ന് ഒരു നെയിം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നെയിമിടൽ ചടങ്ങ് ആദ്യമേ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ കുറച്ച് ലെങ്തി ആവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം സ്കിപ്പ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അവസാനം നമ്മൾ ഈ പറയുന്നത് ആൾക്കാർ കേൾക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ പേര് സജസ്റ്റ് ചെയ്ത ആൾക്കും അത് ചിലപ്പോൾ മിസ്സായിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയ്ക്ക് മുമ്പ് തന്നെ ഇത് പറയണത്. അപ്പോൾ കിട്ടിയ നെയിംസ് എല്ലാം തന്നെ നല്ലതായിരുന്നു. അപ്പോൾ അതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെയിമാണ് സഫയർ എന്നുള്ളത്. അപ്പോൾ ഈ നെയിം നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ആദിശ്രീ അക്ഷിതാണ്. അപ്പോൾ ആദിശ്രീ വന്നിട്ട് കുറേ നാളായിട്ട് എൻ്റെ ഒരു കോൺസ്റ്റന്റ് സപ്പോർട്ടറാണ്. ഷീ ഈസ് വെരി വെരി ലവ്ലി ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കമൻസ് വായിക്കാനും ഫീഡ്ബാക്സ് ഒക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡിയർ ഫോർ ദിസ് വണ്ടർഫുൾ ക്യൂട്ട് നെയിം ഫോർ ദിസ് ക്യൂട്ട് ലിറ്റിൽ ഗേൾ. അപ്പോൾ സഫേർ കുട്ടിക്ക് പേര് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് പറ, ചേച്ചിയോട് പറ ഇഷ്ടപ്പെട്ടെന്ന്. ഇഷ്ടപ്പെട്ട ചേച്ചി പേര്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ പേരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡോളിന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പറാണ് കേട്ടോ. അപ്പം ന്യൂസ് പേപ്പർ നമ്മൾ ഒരു ഷീറ്റ് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതായത് നമ്മൾ വെർട്ടിക്കലി 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനെ മടക്കിയിട്ട് ഇതുപോലെ ഷീറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാ ഷീറ്റ്സും ഈ മടക്കി എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വീതി ഈക്വലായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഒരു 8 മുതൽ 10 വരെ പീസസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കുക. നമ്മൾ സാധാരണ ക്വില്ലിംഗ് പേപ്പറൊക്കെ വെച്ച് ചുരുട്ടിയെടുക്കണ പോലെ തന്നെ ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഓരോന്ന് തീരുമ്പോൾ അതിൻ്റെ എൻഡിൽ വെച്ചിട്ട് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് അങ്ങനെ ഇതുപോലെ ഒരു 8-10 പീസ് നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. നമ്മൾ സാധാരണ ചുമക്ക ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ ഇത് കുറച്ച് കട്ടിയായിട്ടല്ലേ നമ്മൾ മടക്കിയിട്ടല്ലേ ഇതുപോലെ ചുറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വരും. അപ്പോൾ കുറച്ച് ലൂസായിരിക്കും നമ്മുടെ ഈ ഒരു ഷേപ്പ്. അപ്പോൾ അതൊന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അകത്തും പുറത്തും നമ്മളിതുപോലെ ഗ്ലൂവും വാട്ടറും ചേർത്ത് മിശ്രിതം വെച്ചിട്ട് നമുക്കിതുപോലെ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് ഒട്ടിക്കണം. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പറിലേക്ക് സാധാരണ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേപ്പറോ ഒട്ടിച്ചാലും മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്കത് ഉണക്കാൻ വെക്കാം. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഈ ഡോളിൻ്റെ അപ്പർ ബോഡി ഒന്ന് സ്കെച്ച് ചെയ്ത് എടുത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി ഈ ഒരു ഷേപ്പിൽ. അപ്പം ഞാനത് വരയ്ക്കണം കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം അതറിയാത്തവർക്കും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ചാൽ മതി. ഒരുപാട് ഷേപ്പിലൊന്നും ഞാനിവിടെ വരയ്ക്കില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യണേ. കാരണം ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോള് ചെയ്യാമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു റെക്കമെൻഡഡ് വീഡിയോ ആയിട്ടൊന്നും കൂട്ടണ്ട കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു കുറച്ചും കൂടെ ഒരു ഈസിയർ ആയിട്ടുള്ള മെത്തേഡിൽ ചെയ്യണം സ്കൾട്ടിങ് ഇല്ലാതെ എന്നൊക്കെ. ഇനി നമുക്ക് ഒരു മാഗസീൻ്റെ ഒരു പേജ് എടുത്തിട്ടുണ്ട്. അതൊരു സ്റ്റിക്ക് പോലെ ഒന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലായിട്ടും നമ്മൾ ഈ ഒരു വരച്ച് വെട്ടിയെടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവി ബോണ്ടോ ഫെവിക്കോൾ ഓൾഫിക്സ് ഗ്ലൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫെവിക്കോൾ തന്നെ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ആൾഫിക്സും ഫെവി ബോണ്ടും ഒക്കെ വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് കൈകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ A4 ഷീറ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ചൊന്ന് മടക്കിയെടുക്കുക. ഇതിൻ്റെയൊക്കെ മേക്കിംഗ് കുറച്ചും കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാനൊരു സാരി ഡോൾ ചെയ്തിട്ടുണ്ടായിരുന്നു നോൺ ക്ലേ. അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ, ചുരുട്ടിയെടുക്കണമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാനതൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല. അങ്ങനെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് ടാബ്ലറ്റ് റാപ്പേഴ്സും ആവശ്യമുണ്ട്. അതും ഞാൻ കട്ട് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊട്ടിക്കാനും നമുക്ക് വേണമെങ്കിൽ മറ്റ് ഗ്ലൂകൾ യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ എൻ്റെ കയ്യിൽ അത് കുറവായതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് ചെസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടാബ്ലറ്റ് റാപ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് ഹോട്ട് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ ഹോട്ട് ഗ്ലൂ ഇല്ലെങ്കിൽ അതൊന്നും ആവശ്യമില്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിതിൻ്റെ അപ്പുറത്തേക്ക് ഇനി പേപ്പറൊക്കെ ഒട്ടിക്കുന്നുണ്ട്. ഇനി നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒട്ടിച്ച ഏരിയ ഒന്ന് കവർ ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. ഞാനിവിടെ പേപ്പർ ടേപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ സാധാരണ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് ടൈം കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഉള്ള സാധനമൊക്കെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളുടെ കയ്യിലുള്ള സാധനം യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ സാധാരണ പേപ്പറാണ് ഒട്ടിക്കണമെങ്കിൽ കുറച്ചും കൂടെ അത് ഉണങ്ങാനും ഒക്കെ ടൈം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തേ. ഇനിയാണ് നിങ്ങൾ ഇതുവരെ എൻ്റെ ഒരു വീഡിയോയിലും കാണാത്തൊരു ട്രിക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ആ ട്രിക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ പീസ് ഓഫ് പേപ്പർ ഇതുപോലെ കോൺ ഷേപ്പിലൊന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് എൻഡിൽ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ 5 പീസസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കൈപ്പത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനി അതിൽ 4 പീസസ് ഇതുപോലെ ഫിംഗേഴ്സിൻ്റെ ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ വെച്ചിട്ട് ഒട്ടിക്കാം. ഞാനിവിടെ പേപ്പർ ടേപ്പ് വെച്ചിട്ടാണത് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഹാൻഡിൻ്റെ പോർഷൻ്റെ അകത്തേക്കൊന്ന് കയറ്റി കൊടുക്കാം. ഇനി 5ാമത്തെ ആ ഒരു പീസ് ഫ്രണ്ടിലേക്ക് വയ്ക്കുക. അതായത് നമ്മളെ തമ്പാണ്, തള്ളവിരൽ, അത് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് അതും ഇതുപോലെ ഒന്ന് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ക്ലേ ഒന്നും യൂസ് ചെയ്യുന്നില്ല, പേപ്പർ പേസ്റ്റ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നാവും തോന്നി. അങ്ങനെ പുതിയൊരു ട്രൈയിങ് ആണ് ഇത്. അപ്പോൾ വിജയിച്ച്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു മെത്തേഡ്. നമുക്ക് ക്ലേ വെച്ചിട്ട് ഇതുപോലെ ബേസിക് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ ക്ലേ യൂസ് ചെയ്യുമ്പോഴും ബേസായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ക്ലേ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് പിന്നീട് കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ ഫിംഗേഴ്സ് ഒന്ന് ഷേപ്പിൽ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 കൈകളും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാനത് ഒട്ടിച്ചിട്ടൊന്നുമില്ല, ഒട്ടിക്കാതിരിക്കുന്ന നല്ലത്, അവിടെ തന്നെ ഫിക്സ് ചെയ്തിരുന്നോളും കൈപ്പത്തി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊരു പേപ്പർ സ്റ്റിക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോഡിയിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ 2 ട്രയാങ്കുലർ പീസ് കാർഡ്ബോർഡിൽ വെട്ടിയിട്ട് അത് ബാക്ക് സൈഡിൽ ഒന്ന് കൊടുക്കുക. ബാക്ക് സൈഡിൽ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് മുഴുവനായിട്ടും നമുക്ക് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. പേപ്പർ ടേപ്പ് വെച്ചിട്ട് വേണമെങ്കിലും കവർ ചെയ്ത് കൊടുക്കാം, പേപ്പർ വെച്ചിട്ടും കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം പേപ്പർ ഒട്ടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ലെയർ വന്നിട്ട് പേപ്പർ ടേപ്പ് വെച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമയക്കുറവാണ്. സെക്കൻഡ് ലെയറായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത് എൻ്റെ പഴയ ഒരു നോട്ട്ബുക്കിൻ്റെ പേപ്പേഴ്സാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് അത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ 3ാമതായിട്ടൊരു ലെയർ ടിഷ്യൂ പേപ്പറിനെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡോളിൻ്റെ ഫേസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാധാരണ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു മുത്തൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മുത്തൊട്ടിച്ചു കൊടുത്തതിന് ശേഷം 2 സൈഡിലും പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് വേറൊരു പേപ്പർ ഒട്ടിക്കുക. ഇതെല്ലാം എൻ്റെ പഴയ നോട്ട്ബുക്കിൻ്റെ പേജസ് ആണ് കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ ആ ഒരു ലിഡിൻ്റെ ആകൃതി നല്ല റൗണ്ടാണ്. അപ്പോൾ അത് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ചിന്നിൻ്റെ പോർഷനൊന്നും നന്നാവില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു മുത്തൊട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ഫേസിനൊരു ട്രയാങ്കുലർ ഷേപ്പ് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളത് കവർ ചെയ്തിട്ട് ഇതുപോലെ ഒരു പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. കാരണം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാനൊരു പേപ്പറും കൂടെ കൊടുത്തത്. ഇനി നമുക്ക് കുഞ്ഞ് 2 ചെവി കട്ട് ചെയ്തെടുക്കാം. അതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലിഡിൻ്റെ അകത്തേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം ഞാനൊരു പഴയ റീഫിൽ എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് അതിൻ്റെ മുകളിലായിട്ട് പുറകിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെവി ഒട്ടിച്ചു കൊടുക്കാം 2 സൈഡിലും.
അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോഡി എല്ലാം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. ഞാനിവിടെ ഓപ്ഷണലായിട്ട് കുറച്ച് വാൾപുട്ടിയും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ബോഡി സ്ട്രക്ചർ കുറച്ചെങ്കിലും ഫിനിഷിംഗ് ആയിട്ട് വേണം എന്ന് തോന്നിയോണ്ടാണ്. അല്ലെങ്കിൽ അത്രയും ഫിനിഷിംഗ് ആയിട്ട് ഉണ്ടാവില്ല. ഞാൻ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ഉരച്ച് നോക്കുന്നുണ്ട്. പിന്നെ ഇത് പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്മൂത്താക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാൾപുട്ടിയൊന്നും ഇല്ലെങ്കിൽ ഇത് ചെയ്യണ്ട. വാൾപുട്ടി ഇല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ വാൾപുട്ടിയും വാട്ടറും കൂടെ മിക്സ് ചെയ്തൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒരു 2-3 കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ മാത്രമേ നമ്മൾ ഫേസൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ടിരിക്കുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്. അല്ലാതെ നമ്മളിവിടെ ക്ലേയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ വാൾപുട്ടി ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യണമെന്നില്ല. പിന്നെ വാൾപുട്ടി ഇല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടാൽക്കം പൗഡറും വൈറ്റ് ഗ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടോ ഒക്കെ നമുക്കിതുപോലെ ഒരു കോട്ടിങ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാലം ഈ ഒരു ഡോൾ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. പേപ്പറാണെങ്കിൽ ചിലപ്പം കീറിപ്പോവുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഡ്യൂറബിലിറ്റിയും കൂടെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഫേസ് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ സോഫ്റ്റ് പേസ്റ്റൽസും അതുപോലെ തന്നെ വാട്ടർ കളർ പെൻസിൽസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പെയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിൾ ഫേസ് വരച്ചു കൊടുത്താലും മതി. ഞാനിവിടെ ഏതായാലും ക്ലേ ഒന്നും ഉപയോഗിച്ച് ഡീറ്റെയിൽ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫേസ് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഫേസ് വരയ്ക്കുന്നത് പെയിൻറ്റ് ചെയ്യുന്നത് അങ്ങനെ പെയിൻറ്റിങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിരോധമില്ലെങ്കിൽ അതൊന്ന് പോയി നോക്കുക. പിന്നെ സോഫ്റ്റ് പേസ്റ്റൽസിൻ്റെയോ അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം തന്നെ ലിങ്ക് വാങ്ങിക്കാനുള്ളതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചെവി കുറച്ച് വലുതായി പോയോ എന്ന് ഫേസിനെക്കാട്ടിലും. അപ്പോൾ അത് ഞാനൊന്ന് ചെത്തി മിനുക്കി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിനിയിപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഫേസ് പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഫേസ് എൻഹാൻസ് ചെയ്യുന്ന വീഡിയോ ഒരെണ്ണം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഡോളിൻ്റെ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഞാനൊരു പെയിൻറ്റിങ് കാണിച്ചു തരാം. ആൻഡ് ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സാണ് ചെയ്യണം. അപ്പോൾ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റഫിൾസ് പോലെ സ്ലീവ്സിന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫുൾ ആൻഡ് ഫുൾ വേസ്റ്റ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പം നോൺ ക്ലേ ഡോൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പരാതിയും കൊണ്ട് ആരും വരില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ പരാതി കേട്ട് കേട്ട് മടുത്തുട്ടോ. സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അവിടെ അത് ചെയ്യോ ഇത് ചെയ്യോ ചോദിച്ചിട്ട് റിക്വസ്റ്റ് അല്ലാതെ അപ്രിസിയേഷൻ ഞങ്ങളെപ്പോലെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് വളരെ കുറവാണ് കിട്ടുന്നത്. എനിക്ക് വ്യൂ ഇല്ല. കിട്ടുന്ന കമൻസിൽ മിക്കവാറും പരാതിയും പരിവോ അല്ലെങ്കിൽ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അപ്രിസിയേഷൻ വളരെ കുറവാണ്. ആരും തന്നെ കമൻറ്റ് ചെയ്യാറില്ല. പിന്നെ ഇത്രയൊക്കെ എഫർട്ട് എടുത്തിട്ടും അതിന് തക്കതായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു അപ്രിസിയേഷനോ അതുപോലെ തന്നെ വ്യൂ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പരാതിയും പരിഭവവും അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ആരും കാണാനുമില്ല. അപ്പം മൊത്തത്തിലൊരു വിഷമത്തിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു ഡോള് ചെയ്യുന്നതും. അപ്പോൾ ഇത് ഏകദേശം ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോളാണ് തന്നെ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് കളറിലുള്ള കവറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ സാധാരണ ഗ്രോസറി ബാഗാണ്. അപ്പോൾ അതിൽ കുറച്ച് കട്ടിയുള്ളതും കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 2 ലെയർ ഓഫ് സ്കർട്ട് പോർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലുള്ളതും ഉണ്ടാക്കിയിട്ടുണ്ട്. യോക്ക് പോർഷനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ വേറെ കളറ് ക്ലോത്ത് ബാഗ് അതിൻ്റെയൊക്കെ ക്ലോത്തൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാത്തിനും ക്ലോത്ത് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്രോസറി ബാഗ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. വൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ ഇതൊരു വെഡ്ഡിങ് ഡ്രസ്സ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാനതൊരു ബ്രൈഡ് ഡോളായിട്ട് ഉണ്ടാക്കാൻ നോക്കിയില്ല. കാരണം എനിക്കൊന്നാമത് ടൈമില്ല. ബ്രൈഡ് ഡോൾ ചെയ്യണമെങ്കിൽ ഒരുപാട് ഡെക്കറേഷനൊക്കെ കൊടുത്താലേ നല്ല ഭംഗിയായിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 റിബൺ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ഡ്രസ്സാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രൈഡ് ഡോൾ ഞാൻ പിന്നീട് ചെയ്യാം. ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ളത് തന്നെയാണ്. ഒരുപാട് എഫർട്ട് എടുത്ത് ചെയ്യുന്ന ഡോൾസ് എല്ലാം തന്നെ പരാജയമായി പോകുമ്പോൾ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി
പരാജയമായി പോകുമ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചത് വല്ലാത്ത വിഷമം ഉണ്ടാക്കും. അപ്പം അതുകൊണ്ടാണ് ഞാനത് ടൈം കിട്ടുമ്പോൾ ചെയ്യാം. ഇപ്പോൾ ഒരുപാട് സ്റ്റഡീസും അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്ത് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ റിസ്ക് എടുത്ത് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നത്. സമയം പോലെ നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ ഹെയർ വെച്ച് കൊടുക്കുകയാണ്. ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ വൂളൻ ത്രെഡ് നന്നായിട്ട് ചീവി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചീവി കഴിയുമ്പോൾ കുറച്ച് ബാക്കി വരുള്ളൂ വൂളൻ ത്രെഡ്. അത് നമ്മൾ ചീപ്പിലിങ്ങനെ കിട്ടും. നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് അങ്ങനെ ചീവുമ്പോൾ കിട്ടുന്ന ഒരു കുറച്ച് വൂൾ പോലെ കിട്ടും. അത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് മുടി ഒന്ന് പൊക്കി വെക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അത് ആ നൂല് വെച്ചിട്ട് തന്നെ കെട്ടിക്കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഹെയർ ഞാൻ സെറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ബാക്കി ഹെയർ സൈഡിൽ നിന്നുള്ളത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു അപ്ഡു ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. കാരണം ഇതൊരു പ്രിൻസസ് ഗൗൺ ആണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രണ്ടിൽ ഇതുപോലെ ഹെയർ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് നോൺ ക്ലേ ഡോൾ അമീലിയ ഡോൾ ചെയ്തപ്പോഴും ഹെയർ ഏകദേശം ഇതുപോലെയല്ല, അത് വ്യത്യാസം ഉണ്ടായിരുന്നു. ഏകദേശം ഇതുപോലെ ചെയ്തിരുന്നേ. ഇനി ഇതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് ബോൾ ചെയിൻ വെച്ചിട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പം നമ്മൾ ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോള്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു സിമ്പിൾ മെത്തേഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്കൾപ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു വാൾപുട്ടി പേസ്റ്റ്, അത് ഇനി ക്ലേ എന്ന് പറയരുതേ, വാൾപുട്ടി പേസ്റ്റ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചൊരു ഫിനിഷിങ്ങിന് വേണ്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പേപ്പർ പേസ്റ്റ് പോലും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡോളാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഡോളുകൾക്കും നെയിം ചെയ്യണ പോലെ ഈ ഡോളിനും നെയിം ചെയ്തിട്ടുണ്ട്. ഈ ഡോളിൻ്റെ നെയിമാണ് സ്കാർലെറ്റ്. സോ നമ്മുടെ സ്കാർലെറ്റ് ഡോളിനെ നമുക്ക് നമ്മുടെ ഡോൾ ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതോ. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഇനി ഇതുപോലെ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഞെക്കാൻ മറക്കരുത്. എന്നിട്ട് അതിൽ ഓളും കൂടെ എനേബിൾ ചെയ്യാം. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!